ഏറ്റവും നല്ല സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളം എന്ന് കണ്ണും പൂട്ടി പറയുന്ന ഒരു സമയമുണ്ടായിരുന്നു നമുക്ക്. സത്യത്തിൽ ഇപ്പോൾ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഞ്ചിൽ കൈവച്ച് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല കേരളമാണെന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിൽ ലഹരി മാഫിയകൾ പെറ്റുപെരുകി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ലഹരി അങ്ങോട്ട് ഉള്ളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ ആർക്കും ഒരു ബോധവും ഇല്ല. അവർ തന്നെ അല്ലാതാവുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇതൊക്കെ ഈ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എവിടെ നിന്ന് എത്തുന്നു, എങ്ങനെ എത്തുന്നു എന്നുള്ള കാര്യത്തിലൊന്നും അജ്ഞാതമാണ്. ഇനി അഥവാ പോലീസുകാർ അവരെ പിടിക്കുകയാണെങ്കിൽ പോലും അത് അവരിൽ തന്നെ, ആ പിടിക്കുന്ന വ്യക്തികളിലും മാത്രമായിട്ട് ഒതുങ്ങിത്തീരുന്നു. ഇതിൻ്റെ വലിയ വലിയ കണ്ണികളൊക്കെ കാണാമറയത്ത് തന്നെ നിൽക്കുന്നു. അതുമാത്രമല്ല, കള്ളും കഞ്ചാവും അടിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് വീട്ടിലുള്ളവരെ തല്ലുക, വഴക്കിടുക, കുട്ടികളെ ഉണ്ടെങ്കിലും വളരെ മോശമായ രീതിയിൽ പെരുമാറുക, ഇതൊക്കെ ഇപ്പോൾ ഓരോ കുടുംബത്തിലും അന്യമല്ലാതെ പോകുന്നു. പിന്നീട് പറയത്തക്ക ഒരു കാര്യം എന്ന് വെച്ചാൽ, ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന മാതാവിനെ സ്വന്തം മകൻ കഴുത്തറുത്ത് കൊന്നു എന്നുള്ള നീചമായിട്ടുള്ള വാർത്തയൊക്കെ നമുക്ക് ഇന്ന് ഒരു പുതുമയില്ലാതായി തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഒരു വർത്തമാനം കിട്ടിയതെന്ന് വെച്ചാൽ, ഒരു വാർത്ത കിട്ടിയതെന്ന് വെച്ചാൽ, സ്വന്തം മകൻ ആഭിചാരകർമ്മങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരു വൃത്തികെട്ട മകൻ വന്നിട്ട് സ്വന്തം അച്ഛൻ്റെ കഴുത്ത് നോക്കി വെട്ടി, അച്ഛനെ അമ്മയുടെ മുന്നിലിട്ട് വെട്ടി വാരി കൂട്ടിയിട്ട് കൊടുക്കുന്ന ഒരു വാർത്ത നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചതാണ്. നമ്മളെല്ലാവരും കണ്ടതാണത്, അല്ലേ? അതുപോലെ തന്നെ വീണ്ടും ഇതുപോലെ പലതരത്തിലുള്ള മക്കൾ അച്ഛനെ കൊല്ലുന്നു. ഇപ്പോൾ അമ്മയുടെ ജാരനെ മകൻ ഷോക്കടിപ്പിച്ച് കൊന്നു എന്നുള്ള വാർത്ത വരെ വന്ന് നിൽക്കുകയാണ്. അതുമാത്രമല്ല, ഒരുപാട് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തൊരു കേരളമാണ് ഇതെന്ന് ഓർക്കുമ്പോൾ ശരിക്കും കേരളത്തിൻ്റെ ഭരണാധികാരികൾക്ക് ഒന്നും പറയാനില്ലേ? നിങ്ങൾക്കൊന്നും ലജ്ജ തോന്നുന്നില്ലേ നമ്മുടെ നാട് ഇങ്ങനെ അധപ്പതിച്ച് പോകുന്നതിനോട്? എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. പിന്നെ നമ്മുടെ വീഡിയോകളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോകൾ പരമാവധി കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി മറ്റൊരു നല്ല അടിപൊളി വീഡിയോകളൊക്കെ ആയിട്ട്, ഷോർട്ട് വീഡിയോയും ലെന്ത് വീഡിയോയും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.